നമുക്ക് പ്രാർത്ഥിക്കാം. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, നാഥാ, കുടുംബത്തിൻ്റെ നായകനും അങ്ങാകുന്നു എന്നടിയങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ പിതാവേ, വിവാഹ ശുശ്രൂഷയിലൂടെ കർത്താവെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ വിശാലിനെയും ഋഷികയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നാഥാ, ഇന്നത്തെ ശുശ്രൂഷയെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യോടന്തം അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അടിയങ്ങളോട് കൂടിയിരിക്കണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവിക സാന്നിധ്യ ബോധത്തോടുകൂടെ എല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ദയവായി പള്ളിക്കകത്ത് കയറിയിട്ട് സംസാരിക്കരുത്. ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. ഒരിടത്ത് എവിടെയെങ്കിലും നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും. കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാം, അല്ലാത്തുള്ളവർ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ തന്നെ നിൽക്കണം. മാസ്ക് എല്ലാവരും ധരിക്കണം. ഇത് കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് നടക്കുന്ന ശുശ്രൂഷയാണ്. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഇന്നയോളം തുണച്ചോനെ ഇനിയും തുണയ്ക്ക എന്ന കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. Yeah.
ആരാധനക്രമത്തിലെ രണ്ടാമത്തെ പുറത്തുള്ള തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ സകല പ്രവർത്തികളും നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പിച്ച് ഞങ്ങൾ നിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒടുക്കം നിന്റെ കരുണ കൊണ്ട് നിത്യജീവൻ ലഭിക്കുവാനും ഞങ്ങൾ ചെയ്യുന്നതിലൊക്കെയും നിന്റെ മഹാൻപുള്ള കൃപ കൊണ്ട് ഞങ്ങളെ മുൻപിടുകയും ഇടവിടാതെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, വിശാൽ ജേക്കബ് ജോർജും ഋഷിക ജോണും വിശുദ്ധ വിവാഹത്തിൽ ഒന്നിച്ചു ചേർക്കുവാനായി നാം ഇവിടെ ദൈവസന്നിധിയിലും ഈ സഭായോഗത്തിൻ്റെ മുൻപാകെയും കൂടിയിരിക്കുന്നു. വിവാഹം മാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മശിഹായും അവൻ്റെ സഭയും തമ്മിലുള്ള ആത്മീക ഐക്യം നമുക്ക് വെളിപ്പെടുത്തുന്നതുമാകുന്നു. ഈ വിശുദ്ധ അവസ്ഥയെ മശിഹ താൻ ഗലീലയിലെ കാനാവിലെ തൻ്റെ സാന്നിധ്യത്താലും ഒന്നാമത് ചെയ്ത അതിശയത്താലും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാനമുള്ളതാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് ഘോഷിക്കുന്നു. അതിനാൽ അവിവേകമായോ നിസ്സാരമായോ ജഡാഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത്. എന്നാൽ ഏതുദ്ദേശങ്ങൾക്കായി ആയത് നിയമിക്കപ്പെട്ടുവെന്ന് വേണ്ടും പ്രകാരം ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സതുദ്ദേശത്തോടും ദൈവഭക്തിയോടും കൂടെ വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതാകുന്നു. ഒന്നാമത് ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെക്കുറിച്ചുള്ള ഭയത്തിലും ബാലശിക്ഷയിലും അവൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ പുകഴ്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിനും രണ്ടാമത് ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായി നേർപ്പാതയിൽ നടത്തപ്പെടേണ്ടതിനും ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർമ്മലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും മൂന്നാമത് ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും സഹായത്തിനുമായി വിവാഹം നിയമിക്കപ്പെട്ടു. ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ചേർക്കപ്പെടുവാനായി ഇവർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു. അതിനാൽ ഇവർ ന്യായമായി തമ്മിൽ യോജിപ്പിക്കപ്പെട്ടുകൂടാ എന്ന് ഉള്ളതിന് തക്ക കാരണം കാണിപ്പാൻ ആർക്കെങ്കിലും കഴിയുന്നതായാൽ അത് ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരിക്കലും പറയാതെയിരിക്കണം. വിശാൽ ഋഷിക, നിങ്ങൾ വിവാഹത്തിൽ ന്യായമായി ഒന്നിച്ചു ചേർന്നുകൂടാത്ത ഏതെങ്കിലും വിരോധമുണ്ടെന്ന് ഇവരോടും നിഷ്കർഷയായി ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ദൈവഹിതപ്രകാരമല്ലാതെ യോജിപ്പിക്കപ്പെടുന്നവർ ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരല്ല എന്നും അവരുടെ വിവാഹം ന്യായമുള്ളതല്ല എന്നും നിശ്ചയമായി അറിഞ്ഞുകൊള്ളുവിൻ. ഈ സമയം ജനങ്ങൾക്ക് ഇരിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ ചെയ്യും എന്ന് പറയാം. വിശാൽ വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ
ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിക്കുവാനായി നീ ഈ സ്ത്രീയെ നിൻ്റെ ഭാര്യയായി കൈക്കൊള്ളുമോ? നീ ഇവളെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ഇരുവരും ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവളോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ഋഷിക പറയണേ. ഋഷിക വിവാഹത്തിൻ്റെ വിശുദ്ധാവസ്ഥയിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ഒന്നിച്ച് ജീവിപ്പാനായിട്ട് നീ ഈ പുരുഷനെ നിൻ്റെ ഭർത്താവായി കൈക്കൊള്ളുമോ? നീ ഇവനെ സ്നേഹിച്ച് ആശ്വസിപ്പിച്ച് മാനിച്ച് രോഗത്തിലും സുഖത്തിലും സംരക്ഷിക്കുകയും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴൊക്കെയും ഇവനോട് മാത്രം ചേർന്നിരിക്കുകയും ചെയ്യുമോ? ഞാൻ ചെയ്യും. ഈ പുരുഷന് വിവാഹം ചെയ്യുവാൻ ഈ സ്ത്രീയെ കൊടുക്കുന്നതാര്? ഞാൻ പറയുന്നത് എൻ്റെ പിന്നാലെ പറയാം. വിശാലാകുന്ന ഞാൻ ഋഷികയാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും എൻ്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഋഷികയാകുന്ന ഞാൻ വിശാലാകുന്ന നിങ്ങളെ ഇന്നു മുതൽ ഇനിമേലാൽ ഐശ്വര്യത്തിലും അനർത്ഥത്തിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിനായി ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളുമാകുന്നു. തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ശുദ്ധീകരിക്കുന്ന മോതിരങ്ങളെയും മിന്നിനെയും മന്ത്രകോടിയെയും വാഴ്ത്തേണമേ. ഇവ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നിന്റെ മക്കൾ ദിവ്യ സമാധാനത്തിലും അന്യോന്യ വിശ്വസ്തതയിലും എന്നും വസിക്കേണ്ടതിനും തിരുകൃപയിൽ വളരേണ്ടതിനും അറ്റുപോകാത്ത നിന്റെ സ്നേഹത്തിൽ ജീവിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ അരുളേണമേ. നിത്യമായ
വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായ ഈ മോതിരം കൊണ്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും ഉടമ്പടിയുടെയും അടയാളമായി ഈ മോതിരം ഞാൻ നിങ്ങളെ അണിയിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എൻ്റെ ഇഹലോക സമ്പത്തുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സന്ദർഭത്തിൽ ആദ്യ വിവാഹ നാളിൽ ഏദനിൽ ധ്വനിച്ച എന്ന കീർത്തനം പാടുന്നതാണ്. ഇപ്പോൾ മിന്നുകെട്ടുന്നതും മന്ത്രകോടി ധരിപ്പിക്കുന്നതുമായിരിക്കും. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സകല മനുഷ്യജാതിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും ആത്മീയ കൃപയൊക്കെയും നൽകുന്നവനും നിത്യജീവന്റെ ദാതാവുമായ നിത്യദൈവമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന വിശാലിൻ്റെയും ഋഷികയുടെയും മേൽ നിന്റെ നൽവരങ്ങൾ ചൊരിയണമേ. ഇസഹാക്കും റിബേക്കയും തമ്മിൽ
വിശ്വസ്തയോടെ ഒരുമിച്ച് വസിച്ചിരുന്നത് പോലെ തന്നെ മോതിരങ്ങൾ അടയാളമായിട്ടും സാക്ഷ്യമായിട്ടും നൽകുകയും സ്വീകരിക്കുകയും ചെയ്ത പ്രകാരം ഇവർ അന്യോന്യം ചെയ്ത പ്രതിജ്ഞയും ഉടമ്പടിയും നിശ്ചയമായി പ്രമാണിച്ച് നിവൃത്തിയാക്കി പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് നിന്റെ കൽപ്പനകളിൻ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം കൃപ ചെയ്യണമേ. ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർപിരിക്കരുത്. തിരുവനന്തപുരം CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവകയിൽ വട്ടിയൂർക്കാവ് കല്ലൂർ ജോർജ് വർക്കിയുടെയും മിനി ജോർജിൻ്റെയും മകൻ വിശാൽ ജേക്കബ് ജോർജും, കോട്ടയം CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവകയിൽ ലാമിനയിൽ ജേക്കബ് ജോണിൻ്റെയും പരേതയായ ജോമോൾ ജോണിൻ്റെയും മകൾ ഋഷിക ജോണും വിശുദ്ധ വിവാഹത്തിൽ തമ്മിൽ സമ്മതിച്ച് ആയതിനെ ദൈവത്തിൻ്റെയും ഈ സഭയുടെയും മുമ്പാകെ സാക്ഷ്യപ്പെടുത്തി അതിനായിട്ട് തമ്മിൽ വാഗ്ദത്തം ചെയ്ത് മോതിരങ്ങൾ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്തതിനാലും താലി കെട്ടിയതിനാലും കൈപിടുത്തത്താലും അതിനെ അറിയിച്ചതുകൊണ്ട് ഇവർ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നു എന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമേൻ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കട്ടെ. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് കൃപയോടെ നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്തിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ 128 സങ്കീർത്തനം നമുക്ക് പാടാവുന്നതാണ്. ും
ഇപ്പോൾ ഗായക സംഘം ഓ പെർഫെക്റ്റ് ലവ് എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നതാണ്. വധൂവരന്മാർ മുട്ടുകുത്തുമ്പോൾ ജനങ്ങൾക്കിരിക്കാവുന്നതാണ്. അല്പസമയം നമുക്ക് നവദമ്പതികൾക്ക് വേണ്ടി നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളല്ലോ. ആമേൻ. കർത്താവേ, ഈ ദമ്പതികളെ കടാക്ഷിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ സ്ഥലത്ത് നിന്നവർക്ക് സഹായം ചെയ്യണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തലമുറ തലമുറയായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദൈവമേ, നിന്റെ ദാസരായ വിശാലിനെയും ഋഷികയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ വചനത്തിൽ ഇവർക്ക് പ്രയോജനമായി ഇവർ പഠിക്കുന്നതെല്ലാം ശരിയായി നിവർത്തിക്കേണ്ടതിന് നിത്യജീവന്റെ വിത്ത് ഇവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കണമേ. ഇവരുടെ കുടുംബജീവിതം ദൈവീക പരിജ്ഞാനത്തിലും ദൈവഭക്തിയിലും നിറയുവാൻ നിന്റെ കൃപ ചൊരിയണമേ.
ഇവർ അന്യോന്യം ബലഹീനതയിൽ ശക്തി പകരുന്നവരും ഉത്കണ്ഠയിൽ ആലോചന നൽകുന്നവരും വ്യസനത്തിൽ ആശ്വാസവും സന്തോഷത്തിൽ പങ്കാളിത്തവും നൽകുന്നവരുമായിരിക്കുവാൻ സഹായിക്കണമേ. ഇവർ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും നിന്നോടും അന്യോന്യവും സ്നേഹത്തിലും സമാധാനത്തിലും വളരുവാൻ ഇവരുടെ മനസ്സുകളെ നിന്റെ ഹിതത്തിലും ഇവരുടെ ആത്മാക്കളെ നിന്റെ ആത്മാവിലും ഒന്നാക്കി തീർക്കണമേ. അന്യോന്യം വേദനപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ തെറ്റുകൾ മനസ്സിലാക്കുവാനും ഏറ്റുപറയുവാനും പരസ്പരമുള്ള ക്ഷമയും ദൈവത്തിങ്കൽ നിന്നുള്ള ക്ഷമയും പ്രാപിക്കുവാനും ഇവരെ ശക്തീകരിക്കണമേ. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുന്നതിനും തങ്ങളുടെ ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്നതിനും ഇവരെ പ്രാപ്തിപ്പെടുത്തണമേ. ജീവപര്യന്തം അന്യോന്യം വിശ്വസ്തരായിരുന്ന് ദൈവരാജ്യ സുഹൃതങ്ങളിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടതിന് ഇവരുടെ മേൽ നിന്റെ ധാരാളമായ കൃപ ചൊരിയണമെന്ന് കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. കരുണയുള്ള കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, മനുഷ്യവർഗം വർദ്ധിക്കുന്നത് നിന്റെ കൃപയുള്ള ദാനം കൊണ്ട് മാത്രമാകുന്നുവല്ലോ. ഇവർ ദൈവഭക്തിയിലും സ്നേഹത്തിലും നല്ല മാതൃകയുള്ളവരായി ദീർഘകാലം ഒരുമിച്ച് വസിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. ഇവർ സന്താനഭാഗ്യമുള്ളവരും തങ്ങളുടെ പൈതങ്ങളെ ക്രിസ്തീയ ഭക്തിയോടും സുഹൃത്തത്തോടും വളർത്തുവാൻ പരിജ്ഞാനമുള്ളവരുമാകണമേ. പൈതങ്ങളപ്രകാരം വളർന്ന് നിനക്ക് സ്തുതിയും ബഹുമാനവും കരയേറ്റുന്നവരായിരിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിവാഹം കൊണ്ടൊന്നാക്കിയവരെ വേർപിരിക്കുന്ന ഒരു നാളും ന്യായമല്ല എന്ന് ഉപദേശിച്ച ദൈവമേ, മശിഹായ്ക്കും അവൻ്റെ സഭയ്ക്കും തമ്മിലുള്ള ആത്മീയ വിവാഹത്തെയും ഒരുമയെയും സ്പഷ്ടമായി കാണിക്കുന്നതിൻ്റെ അടയാളമായി വിവാഹത്തിൻ്റെ അവസ്ഥയെ ശ്രേഷ്ഠതയുള്ള മർമ്മമായി അവിടെ നിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, മശിഹ തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിച്ച് അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ച് അതിനെ തൻ്റെ സ്വന്തം ശരീരം പോലെ തന്നെ സ്നേഹിച്ച് പരിപാലിക്കുന്നുവല്ലോ. അപ്രകാരം വിശാലിനെയും ഋഷികയും അവിടുത്തെ വചനപ്രകാരം പരസ്പരം സ്നേഹിക്കുവാനും വിശുദ്ധിയിലും ദൈവഭക്തിയിലും വിശ്വസ്തയിലും ശാന്തതയിലും സുബുദ്ധിയിലും സമാധാനത്തിലും ഐക്യത്തോടെ വളരുവാനും കടാക്ഷിക്കണമേ. കർത്താവേ, ഇരുവരെയും അനുഗ്രഹിച്ച് ഇവരവിടുത്തെ നിത്യരാജ്യം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ സർവശക്തിയുള്ള ദൈവം നിങ്ങളവനെ ശരീരത്തിലും ആത്മാവിലും പ്രസാദിപ്പിക്കേണ്ടതിനും ജീവപര്യന്തം വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ ഒരുമിച്ച് വസിക്കേണ്ടതിനും തൻ്റെ കൃപാധനത്തെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പാഠഭാഗം ഇപ്പോൾ വായിക്കാവുന്ന. ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പാഠഭാഗം 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. 1 കൊരിന്ത്യർ
13-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിലെടുക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തിരിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കും. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇവിടെ പാഠഭാഗം അവസാനിച്ചു. നവദമ്പതികൾക്ക് സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട റവറൻ ജോൺസൺ ജോൺ അച്ഛനെ ക്ഷണിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവയാകുന്ന പരിശുദ്ധ ദൈവമേ, ഇന്ന് വിവാഹിതരായ ഈ പ്രിയ മക്കളെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ, വിവാഹമാനമുള്ള അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടും തങ്ങളുടെ ജീവിതം ഇവിടെ ആരംഭിച്ച് ഏറ്റവും അനുഗ്രഹത്തോടു കൂടെ പൂർത്തീകരിപ്പാൻ ജീവിതാന്ത്യം വരെ വിശ്വസ്തരായിരുന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ഇവരെ കർത്താവെ അവിടുന്ന് സഹായിക്കണം. അല്പനിമിഷം ഞങ്ങൾ വചനത്തോടു കൂടെ നിൽക്കട്ടെ. വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എത്രയും സ്നേഹമുള്ള CY തോമസ് അച്ഛൻ, സമത്യു അച്ഛൻ, പ്രത്യേകിച്ച് അച്ഛൻ നൽകിയ സാധ്യതയ്ക്കായി ഞാൻ CY തോമസ് അച്ഛനോട് നന്ദി, സ്നേഹം അറിയിക്കട്ടെ. നമുക്കറിയാം, ഓരോ നാളിനും അതിൻ്റേതായ പ്രത്യേകതകൾ എപ്പോഴുമുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ വിവാഹ ശുശ്രൂഷയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഈ മകൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം ഞാൻ ഒരിക്കലൂടെ അറിയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ വഹിക്കുന്നു. ഇന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം കർത്താവിൽ സന്തോഷമുള്ളതാകണം എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വർഷം ഞാൻ എല്ലാ വർഷവും ഓരോ വിഷയം ആഗ്രഹിക്കുമെങ്കിലും ഈ വർഷം ഞാൻ ആഗ്രഹിക്കുന്നതും എടുക്കുന്നതും നമ്മുടേതായ ശൈലി മാറ്റുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു ചെറിയ മുറിയിലേക്ക് പുതുതായി വന്ന അതിഥിയെ ഉൾക്കൊള്ളുവാൻ ചില സ്നേഹിതർ ബന്ധപ്പെടുന്ന ഒരു കഥ. ഒരു കൊച്ചു മുറിയാണ്, കട്ടിലൊന്നുമില്ല. അവിടെ 4 സുഹൃത്തുക്കൾ ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുഹൃത്തിൻ്റെ ഒരു ബന്ധു ജോലി അന്വേഷിച്ച് ആ മുറിയിൽ എത്തുന്നത്. ആ മുറിയിലുള്ള 4 പേരും പറഞ്ഞു, നിങ്ങൾ ഇന്ന് പോകണ്ട, അപരിചിതമായ സ്ഥലമാണല്ലോ, ഇന്ന് ഞങ്ങളുടെ കൂടെ താമസിച്ചു കൊള്ളുക. ഈ ക്ഷണം ഈ സുഹൃത്ത് 2-3 പ്രാവശ്യം നിരസിച്ചെങ്കിലും അവരുടെ സ്നേഹം കാരണം അത് ഏറ്റെടുത്തു. സന്ധ്യ ആകുന്നിടം വരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം അവർ ആ ചുറ്റുപാടുകളെ കണ്ടു, ഭക്ഷണത്തിനായി വെളിയിൽ പോയി, എല്ലാം കുഴപ്പമില്ലാതെ പോയി. എന്നാൽ മടങ്ങി വന്നപ്പോൾ 4 പേർക്ക്
കിടക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ ഒരാളുടെ വന്നുപോയി. 5-മത്തെ ആളെ എങ്ങനെ കിടത്തും? ഈ വന്ന അതിഥിക്ക് അല്പം ലഗേജും ഉണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം, കാരണം ഇത് നിൻ്റെ സ്വന്തപ്പെട്ട ആളല്ലേ. അങ്ങനെ 3 പേരും പിറുപിറുക്കാൻ തുടങ്ങി. അങ്ങനെ 4-മൻ അവൻ്റെ സ്വന്തമായതുകൊണ്ട് അവൻ അല്പം ഇഷ്ടമില്ലായെങ്കിലും അവൻ പറഞ്ഞു, നീ സുഹൃത്തെ, നീ ഇവിടെ കിടന്നു, ഞാൻ വെളിയിൽ പോയി ഇരുന്നു കൊള്ളാം. എന്നാൽ കുറേ കാലത്തിന് ശേഷം ആ സുഹൃത്തുക്കൾ വീണ്ടും കണ്ടുമുട്ടുവാൻ ഇടവന്നത് ഒരു പ്രത്യേക സാഹചര്യങ്ങളാണ്. പലരും തകർച്ചയിൽ എത്തിയപ്പോഴാണ്. അന്ന് വന്ന ഈ സുഹൃത്ത് ഈ ബാക്കി 4 പേരെയും രക്ഷപ്പെടുത്തി അവർക്കൊക്കെ നല്ല മുറികൾ കൊടുത്തു. അപ്പോഴാണ് അന്ന് കുറേ നാളുകൾക്ക് മുന്നേ ഉണ്ടായ സംഭവം ഇവർ ഓർക്കുന്നത്. പ്രിയപ്പെട്ട എല്ലാവരുമേ, അതിലുപരിയായിട്ട് ഇന്ന് വിവാഹിതരായ നിങ്ങളോട് ഇന്നലെ വരെയുള്ള ശീലങ്ങളും ഇന്നലെ വരെയുള്ള ചിന്താഗതികളുമല്ല ഇന്ന് ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ ജീവിതശൈലികൾ, വ്യത്യസ്തമായ വിഷമങ്ങളും സന്തോഷങ്ങളും ഉൾക്കൊണ്ട നിങ്ങൾ ഒന്നിച്ച് ഇന്ന് കുടുംബജീവിതം ആരംഭിക്കുക. ഒരുപക്ഷെ ഇന്നലെ വരെ നിങ്ങൾ ഫോണിൽ കൂടെ ധാരാളം സംസാരിച്ചു കാണും. എന്നാൽ ഇന്നങ്ങനല്ല. ഒരു കുടക്കീഴിൽ, ഒരു മുറിയിൽ ജീവിതം ആരംഭിക്കുക. ഇവിടെയാണ് വേദപുസ്തകത്തിലെ ക്രിസ്തുവിൻ്റെ 1-മത്തെ അതിശയം നാം ഓർക്കേണ്ടത്. അവിടെ ഒരു വലിയ വിഷമത്തിൻ്റെ മുൻപിലാണ് യേശുവിൻ്റെ അമ്മ ബന്ധപ്പെട്ട് മകനെ വിളിക്കുന്നത്, നിനക്ക് പ്രവർത്തിപ്പാനുള്ള അവസരമായി. എന്നാൽ ക്രിസ്തു പറയുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് നമ്മുടെ ഈ മുൻപിൽ ക്രിസ്തു ചോദിക്കുകയാണ്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? അവിടെയാണ് അമ്മ പറഞ്ഞൊരു വാക്ക്. അവിടെ ചുറ്റുപാട് നോക്കിയിട്ട് അമ്മ ചില സാധ്യതയൊക്കെ കണ്ടു. കുറേ ആളുകളോട് പറഞ്ഞു, എൻ്റെ മകൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളതനുസരിക്കണം. പ്രിയാച്ചൻ ഇന്ന് വേദപുസ്തകം തന്നു. ഇന്ന് നമ്മൾ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊരു പൂവ് പ്രിയ മകളുടെ പുസ്തകത്തിലേക്ക് വീണത് വലിയ സന്തോഷം. അപ്പോൾ അത് കണ്ട് ചിരിക്കുന്നത് ഞാനും ശ്രദ്ധിച്ചു. പക്ഷേ അതൊരു ഓടായിരുന്നെങ്കിലോ പ്രശ്നങ്ങളായേനെ. ദൈവം പലപ്പോഴും നമ്മെ നടത്തുന്നത് അനുഗ്രഹത്തിലേക്കാണ്. ഇവിടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ചില ആളുകൾ അവിടെ ഒരുങ്ങുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞത് പൂർണ്ണമായി അനുസരിക്കുന്ന ആളുകളെ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ സാധിക്കും. അതുകൊണ്ടുണ്ടായത് ആ വീട്ടിൽ സമൃദ്ധിയും സന്തോഷവുമാണ്. അവിടെ വന്ന ആളുകളൊക്കെ വീട്ടുകാരെ വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇത്രയും നല്ലത് കരുതി വെച്ച ആളാണോ? എങ്ങും ഇത് സംഭവിക്കാറില്ല. അതുതന്നെയായിരിക്കണം നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ. എങ്ങും സംഭവിക്കാത്തത് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിത അന്ത്യം വരെ സാക്ഷ്യത്തോടുകൂടെ, വിശ്വസ്തയോടുകൂടെ, അനുഗ്രഹത്തോടുകൂടെ ജീവിപ്പാൻ നിങ്ങൾ കർത്താവിനോട് കൂടെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവിനോടുകൂടെ സഞ്ചരിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് 1-മത് ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, അനുസരിക്കണം. 2-മതായിട്ടുള്ളത്, എപ്പോഴും എല്ലാത്തിലും നന്ദിയുള്ളവരായി തീരണം. ഒന്നിനും പരാതികളില്ലാതെ എല്ലാത്തിലും ദൈവം നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി കരയറ്റണം. അടുത്തത്, അടുക്കും ചിട്ടയൊക്കെ വേണം. ഇന്നത്തെ യുവനക്കാരിലുള്ള വലിയ പ്രശ്നം അടുക്കും ചിട്ടയും ജീവിതത്തിലില്ല. വസ്ത്രങ്ങളാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും അലങ്കോലമായിട്ടിടുക എന്നതൊരു ശീലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശൈലി മാറ്റണമെന്ന്. അതുകൊണ്ട് അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങളെ കാണുന്നവർ സന്തോഷമുള്ളവരാണ്. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമുള്ളതായി മാറും. അടുത്തത് ഞാൻ മുമ്പേ ഓർപ്പിച്ചതെങ്കിലും സംതൃപ്തി. അത് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. എല്ലാത്തിലും സംതൃപ്തിയുള്ളതാകണം. നമ്മളെ ചുറ്റുപാട് നോക്കുവാണെങ്കിൽ എത്രയോ സാധ്യതയില്ലാത്തവരാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബന്ധപ്പെടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് അനുഗ്രഹമാകണം. അടുത്തതായിട്ട് പറയുന്നത് ആതിഥ്യം. പ്രത്യേകിച്ച് മക്കളെ, മുൻപോട്ടുള്ള തലമുറയെ ഒക്കെ നിങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ അനുഗ്രഹമുള്ളതായി മാറണം. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അതിഥിയായി വരുമ്പോൾ നിങ്ങൾ ആതിഥ്യം കാണിക്കുമ്പോഴേ നിങ്ങളുടെ തലമുറകൾ മറ്റുള്ളവരെ സ്നേഹിക്കാനേ പഠിക്കത്തുള്ളൂ. ഇന്ന് വിട്ടിരിക്കുന്ന വാർദ്ധക്യമുള്ളവരും പ്രായമുള്ളവരും ഒക്കെ നോക്കുകയും നിങ്ങളെ കണ്ടും എന്നെ കണ്ടുമാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ മറ്റുള്ളവരോട് ഇടപെടൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ കൃത്യതയോടുകൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തലമുറകളെ ദൈവം നൽകുമ്പോൾ നമ്മളെ കണ്ടുപഠിക്കുവാൻ തക്ക രീതിയിൽ നമ്മൾ വിശുദ്ധവും നമ്മളുടെ ജീവിതം നിർമ്മലവുമായത് ആയിരിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്തട്ടെ. നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. ശൈലികളെ മാറ്റി
ജീവിതം വിശുദ്ധമായി കർത്താവിൻ്റെ ഹിതവും കർത്താവിൻ്റെ ഇഷ്ടവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകണം. എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടെ ദൈവവചന പഠനത്തോടുകൂടെ നിങ്ങളുടെ ജീവിതം ഇന്ന് ആരംഭിക്കുക. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ നാമത്തിൽ നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ ജോൺസൺ ജോണച്ചനോടുള്ള നന്ദി, സ്നേഹം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഇന്ന് വിവാഹത്തിൻ്റെ വിശുദ്ധമുള്ള അവസ്ഥയിലേക്ക് പ്രവേശിച്ച വിശാലിനും ഋഷികയ്ക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും പ്രാർത്ഥനകളും ഞങ്ങളെല്ലാവരും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് "There shall be showers of blessing" എന്ന കീർത്തനം പാടാം. ഈ സന്ദർഭത്തിൽ വധുവരന്മാർ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെക്കും. ഇരുഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ മുൻപോട്ട് വന്ന് രജിസ്റ്ററിൽ ഒപ്പുവെക്കേണ്ടതാണ്. തുടർന്ന് വധുവരന്മാർ സ്തോത്രകാഴ്ച സമർപ്പിക്കുന്നതായിരിക്കും. ഈ സമയം എല്ലാവർക്കും ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദിവ്യ വിചാരണയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ശുശ്രൂഷയിലൂടെ ഒരു കുടുംബവുമായി ഞങ്ങളെ സംയോജിപ്പിച്ചതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കുടുംബം എന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വവും ക്രിസ്തീയ സാക്ഷ്യവും നിർവഹിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ തിരുസന്നിധിയിലും ഈ സഭയുടെ മുമ്പിലും ചെയ്ത പ്രതിജ്ഞകൾ അന്യോന്യം നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം. അന്യോന്യമുള്ള വിശ്വസ്തതയിലും സ്നേഹത്തിലും കരുതലിലും എന്നും നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായിരിക്കുവാനും എൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ സ്വർഗീയ മണവാളനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണ കൊണ്ടും
ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥ പിതാവേ, സ്നേഹം ന്യായ പ്രമാണത്തിൻ്റെ നിവർത്തിയെന്ന് നിന്റെ വിശുദ്ധ അപ്പോസ്തലൻ മുഖാന്തരം ഉപദേശിച്ചുവല്ലോ. തമ്മിൽ തമ്മിൽ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ ഈ നിന്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിത്യനായ ദൈവമേ, കുടുംബമെന്ന വ്യവസ്ഥിതി കൽപ്പിച്ചു തന്നിരിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹിതരായ ഈ നിന്റെ മക്കളെയും ഈ ദിവ്യ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും പുത്രീപുത്രന്മാരും പരസ്പര സ്നേഹത്തിൽ വളർന്ന് ധന്യമായ കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കുവാൻ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ പരസ്പര സ്നേഹത്തെ രൂപാന്തരപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ സ്നേഹിച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആശീർവാദം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെട്ടിരിപ്പിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവിൻ. മനസ്സുറപ്പില്ലാത്തവരെ ശക്തിപ്പെടുത്തുകയും ബലഹീനരെ താങ്ങുകയും ഞെരുക്കമുള്ളവരെ സഹായിക്കുകയും ചെയ്യുവിൻ. എല്ലാവരെയും ബഹുമാനിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഉല്ലസിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ ഗായക സംഘം മംഗളഗാനം ആലപിക്കുന്നത് ും
ഈ വിവാഹ ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്ത എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വന്യ വൈദികരായ ജോൺസൺ ജോൺ അച്ഛനോടും സാമാത്യു റോയി അച്ഛനോടുമുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘത്തോടെ, ഓർഗൻ വായിച്ച ബോണിയോട് ഒക്കെയുള്ള നന്ദി സ്നേഹം ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ശേഷം റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് തമ്പാനൂരുള്ള ഹോട്ടൽ അപ്പോളോ ദിമോറയിലാണ്. അവിടേക്ക് നിങ്ങളെ എല്ലാവരുടെയും സാന്നിധ്യം ഇരു കുടുംബങ്ങളുടെയും പേരിൽ ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. വെഡ്ഡിംഗ് മാർച്ച് പ്ലേ ചെയ്യുമ്പോൾ വധൂവരന്മാരും പട്ടക്കാരും പള്ളിയുടെ പ്രധാന കവാടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച ആശീർവാദം കഴിഞ്ഞിട്ട് മാത്രമേ ദേവാലയത്തിൽ നിന്ന് ആളുകൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണയുണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്ത് കുടുംബജീവിതത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഇന്നയോളം വഴി നടത്തുകയും ചെയ്ത അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച വിശാലിനെയും ഋഷികയും നിൻ്റെ കരങ്ങളിൽ തരുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ട നിൻ്റെ കുഞ്ഞുങ്ങൾ ഇന്നാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ നാഥനും നായകനും അവിടുന്ന് ആയിരിക്കണമേ. ദൈവമേ, അവിടുന്ന് അവർക്ക് കോട്ടയായി സങ്കേതമായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം മൂലം ബന്ധപ്പെടുന്ന ഇരു ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത അച്ഛന്മാർക്ക് വേണ്ടി, വന്നുകൂടിയിരിക്കുന്ന നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നൽകണമേ. ഇനി നടക്കുന്ന റിസപ്ഷനിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.